വലിയൊരു ശുക്റാണ് നിസ്കാരം. അത് മുടക്കിയിട്ടുള്ളൊരു പരിപാടിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഉണ്ടായിപ്പോയെങ്കിൽ ഇനി അത് ഉണ്ടാകൂല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഇപ്പോഴും ജോലിയും മറ്റുമൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളും പരാതി പറയും. ശമ്പളത്തിന്റെ പരാതി, മറ്റു പ്രാരാബ്ദത്തിന്റെ പരാതി. തിരിച്ചങ്ങോട്ടൊരു ചോദ്യം, സ്നേഹബുദ്ധിയ നിസ്കാരം നിലനിർത്തുന്നത് ചോദിച്ചാൽ അതുണ്ടാവൂല. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല എത്ര വലിയ റഹ്മാനായിട്ടാണ് ഇവനൊന്നും നന്നായിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പയും നേരെ ചൊവ്വേ 5 വക്ത് നിസ്കരിക്കാതെയല്ലേ പിന്നെയും അവൻ ശമ്പളം വാങ്ങുന്നത്, കൂലി വാങ്ങുന്നത്, അള്ളാഹുവിന്റെ റിസ്ക് ഭക്ഷിക്കുന്നത്, അള്ളാഹു കൊടുക്കുന്ന റിസ്ക് ഭക്ഷിക്കുന്നത് ഭൂമിയിൽ അവന് അനുവദനീയമല്ലാത്ത രൂപത്തിലല്ലേ? മുസ്ലിമാണോ നീ? അള്ളാഹുവിന്റെ റിസ്ക് ഭക്ഷിക്കാൻ നിനക്ക് ഏറ്റവും വലിയ യോഗ്യത 5 വക്ത് നിസ്കാരമാണ്. അത് നിർവഹിക്കാതെ നീ ആ റിസ്ക് ഭക്ഷിക്കുന്നത് അള്ളാഹുവിന് തൃപ്തിയാകൂല. അള്ളാഹു തആലക്ക് അത് തൃപ്തിയാകൂലാകുമെന്ന് നീ കരുതരുത്. തൃപ്തിയാകൂല. പിന്നെ റബ്ബെന്തിനാ അത് തോക്കത്ത് നൽകുന്നത് എന്നോ? അള്ളാഹു റഹ്മാനായതുകൊണ്ട് മാത്രമാണ്. പടച്ച റബ്ബ് റഹ്മാനായതുകൊണ്ട് നിന്നെങ്ങനെ നിലനിർത്തുകയാണ്. നീ ഒന്ന് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. സഹോദരങ്ങളെ, നിസ്കാരം വലിയ ശുക്റാണ്. അള്ളാഹുവുമായി മനുഷ്യന്റെ മനസ്സ് ഏറ്റവും ബന്ധിക്കുന്നൊരു ഘട്ടമാണ് നിസ്കാരം. മഹത്തുക്കൾ മുഴുവനും നിലനിർത്തി വന്ന അമലാണ് നിസ്കാരം. ഒരൊറ്റ നബിയും ലോകത്ത് നിസ്കരിക്കാത്ത നബി കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ നബിമാരും നിസ്കരിച്ചിട്ടുണ്ട്. എല്ലാ നബിമാരും സുജൂദ് ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിലൂടെ അല്ലാഹു തആലാക്ക് നന്ദി അർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ടോ? എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട്. അബൂനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ മുഴുവൻ അമ്പിയാക്കളും ലോകത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിച്ചു എന്ന് മാത്രമല്ല, നിസ്കാരം വലിയ അമലായിട്ടല്ലേ എല്ലാവരും കണ്ടത്. ആ നിസ്കാരം വലിയ മഹത്വമുള്ള സംഗതിയായിട്ടല്ലേ കണ്ടത്. നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ബാക്കി എല്ലാ വിഷയങ്ങളിലും കുറവ് കാണാം.